ക്ലാസ്സിൽ എന്തിനെ കുറിച്ച് പഠിച്ചേ? ടിമ്പറിന്റെ ഡിഫക്റ്റ് അല്ലേ? ഏതൊക്കെയാ? റേഡിയൽ ഷേക്സ് നോട്ട്സ് പഠിച്ചു. അതുപോലെ നോട്ട്സിലെ 4 ടൈപ്സ് നോട്ട്സ് വരുന്നത് പഠിച്ചു. പിൻ നോട്ട്, സ്മോൾ നോട്ട്, മീഡിയം നോട്ട്, ലാർജ് നോട്ട്. ഇതിനൊക്കെ സൈസും പഠിച്ചു അല്ലേ? അടുത്ത എന്താ? ഡ്രക്സിനസ് എങ്ങനെ ഉണ്ടാവണേ എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ എന്താ? നാച്ചുറൽ കോസസ് വഴി എങ്ങനെയാണ് ഡിഫക്റ്റ് ഉണ്ടാവണേ എന്നുള്ളത്. അതുപോലെ സീസണിങ്ങിൻ്റെ പഠിച്ചു. ബോ, കപ്പ്, കേസ് ഹാർഡനിങ്, ചെക്ക്, സ്പ്ലിറ്റ്, ഹണി കോമ്പിങ്. ഇവിടെ വരെയാണ് പഠിച്ചല്ലേ? റേഡിയൽ ഷേക്സ് എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? അടുത്തെന്താണ്? ട്വിസ്റ്റ്. എന്താ ട്വിസ്റ്റ് ചെയ്യാന്ന് വെച്ചാ? നോക്കാം. വെൻ എ പീസ് ഓഫ് ടിമ്പർ ഹാസ് സ്പൈറലി ഡിസ്ട്രോർട്ടഡ് along its length it is known as the twist. അതെന്താ? ലെങ്ത്തിൽ ട്വിസ്റ്റിംഗ് ആവുക. എന്താ ട്വിസ്റ്റിംഗ് ആവുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് സ്പൈറൽ ഷേപ്പ് വരിക. എങ്ങനെ സ്പൈറൽ ഷേപ്പ്? എങ്ങനെ സ്പൈറൽ ഷേപ്പ് വരുന്നത്? അതായത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്നത് അല്ലേ? തിരിഞ്ഞ് നമ്മളൊരു സ്റ്റെയർ കണ്ടിട്ടില്ലേ? സ്പൈറൽ ഷേപ്പിൽ വരുന്ന സ്റ്റെയർ. അതുപോലെ DNA ഷേപ്പ് കണ്ടിട്ടില്ലേ? അതൊരു സ്പൈറൽ ഷേപ്പാണ്. അങ്ങനെ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ട്വിസ്റ്റ് ആവുക അല്ലേ? അങ്ങനെ എങ്ങനെയാവും? ലെങ്ത് വൈസിൽ വെൻ എ പീസ് ഓഫ് ടിമ്പർ ഹാസ് സ്പൈറൽ ആവുക. എങ്ങനെ? along its ലെങ്ത്തിൽ ട്വിസ്റ്റിങ് സംഭവിക്കുന്നതിനാണ് എന്ത് പറയുക? ഡിഫക്റ്റിൽ ട്വിസ്റ്റ് ആയിട്ട് പറയാം. അടുത്ത എന്താണ്? വാർപ്പ്. എന്താ വാർപ്പ്? വെൻ എ പീസ് ഓഫ് ടിമ്പർ ഹാസ് ട്വിസ്റ്റഡ് ഔട്ട് ഓഫ് ഷേപ്പ് ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് വാർപ്പ്ഡ്. എന്നുവെച്ചാൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു അതിങ്ങനെ സ്പൈറൽ ഷേപ്പിലാവാന്ന് അല്ലേ? ഇതെന്താണ്? ഇത് ട്വിസ്റ്റഡ് ആവുന്നത് തന്നെയാണ്. പക്ഷെ എന്ത് സംഭവിക്കും? ഷേപ്പ് മൊത്തത്തിൽ മാറും. മാറ്റം സംഭവിക്കും. അങ്ങനെ ട്വിസ്റ്റിംഗ് സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? വാർപ്പ് എന്ന് പറയുക. ഓക്കെ. നേരത്തെ ട്വിസ്റ്റിൽ പറഞ്ഞത് ജസ്റ്റ് അതൊന്നൊരു സ്പൈറൽ ഷേപ്പ്ഡ് ആവും, അത്രേ പറഞ്ഞുള്ളൂ. വാർപ്പിൽ എന്താ സംഭവിക്കുന്നത്? അത് സ്പൈറൽ ഷേപ്പ് ആവണതിൻ്റെ ഒപ്പം എന്ത് സംഭവിക്കും? ഔട്ട് ഓഫ് ഇറ്റ്സ് ഷേപ്പ്, അതായത് അതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറും. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അതായത് ട്വിസ്റ്റ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്തിൽ ചെറിയതായിട്ട് സ്പൈറൽ ഷേപ്പ് വരും. പക്ഷേ വാർപ്പിൽ എന്താ സംഭവിക്കുന്നത്? ട്വിസ്റ്റഡ് ആവുന്നതിൻ്റെ ഒപ്പം ഓവറോൾ അതിൻ്റെ ഷേപ്പിൽ തന്നെ ചേഞ്ച് വരും. മനസ്സിലായോ? കണ്ടോ? ഇതിൽ ട്വിസ്റ്റ് കണ്ടോ? ഫസ്റ്റ് ഇമേജ് ട്വിസ്റ്റ് കണ്ടോ? കപ്പിൻ്റെ മുകളിലുള്ളത് അതിനാണ് ട്വിസ്റ്റ് എന്ന് പറയുക. കണ്ടോ? ക്ലിയർ ആയോ? അതെ
എന്താ? ഓക്കെ. വാർപ്പിൻ്റെ ഫോട്ടോസ് ഇതിൽ കാണാനില്ല. ഷേപ്പ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇട്ടാണെങ്കിൽ അയച്ചു തരാം കേട്ടോ ഫോട്ടോ. ഓക്കെ, അതാണ് ട്വിസ്റ്റിലും വാർപ്പിലും സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ ഡിഫക്ട്സ്. ഏതിൻ്റെ ഡിഫക്റ്റ്? സീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന, സീസണിങ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫക്റ്റുകൾ. ക്ലിയർ ആയോ? ബോ, കപ്പ്, കേസ് ഹാർഡനിങ്, ചെക്ക്, സ്പ്ലിറ്റ്, ഹണി കോമ്പിങ്, അതുപോലെ റേഡിയൽ ഷേക്സ്, ട്വിസ്റ്റ്, വാർപ്പ്. ഇത്രയൊക്കെ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന വുഡിലെ ഡിഫക്റ്റാണ്. ഓക്കെ, ക്ലിയർ അല്ല അതുവരെ? അടുത്തത് നോക്കുക, ഫാക്ടേഴ്സ് ഓഫ് ക്വാളിറ്റി ഓഫ് ടിമ്പർ. ടിമ്പറിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ടിമ്പറിൻ്റെ ക്വാളിറ്റി അല്ല, ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ടിമ്പറിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഒന്നാമത്തെ പോയിന്റ് നോക്കാം, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഓഫ് ദി ലൊക്കാലിറ്റി. ആ ലൊക്കാലിറ്റിയിലെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് ഏതൊക്കെ വരിക? എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഏതൊക്കെയാ? ചുറ്റുപാട് ഉണ്ടാവുന്ന കണ്ടീഷൻസ്. അതിൻ്റെ ചിലപ്പോൾ ഒരുപാട് ടൗൺ ഏരിയയൊക്കെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? വായു മലിനീകരണപ്പെടുന്നുണ്ട് അല്ലേ? സോയിൽ ഭയങ്കര മാറ്റം വരും. അപ്പം അതുപോലുള്ള കണ്ടീഷൻസ് അതിൻ്റെ ലൊക്കാലിറ്റിയിലുള്ള, അതിന് വളരുന്ന സാഹചര്യത്തിലുള്ള കണ്ടീഷൻസ്. ക്ലിയർ ആണോ? ഏത് ലൊക്കാലിറ്റിയിലാണ്, എങ്ങനെയുള്ള കാലാവസ്ഥയിലാണെന്നൊക്കെ ഉള്ളത്. കാലാവസ്ഥയല്ല മെയിനായിട്ട് വരിക, ഈ ഞാൻ പറഞ്ഞ പോലെ എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. മനസ്സിലായോ? ക്ലിയർ ആയോ? എൻവയോൺമെൻ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ആളുടെ താമസിക്കുന്ന സ്ഥലം അല്ലേ, ആ ഒരു സ്ഥലത്ത് നമ്മൾ പറയില്ലേ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള മനോഭാവം ഉള്ളവരാണെന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ്. അതായത് എൻവയോൺമെന്റിന്റെ പ്രത്യേകതയാണ് അല്ലേ, അതിന് തേക്കിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. മനസ്സിലായോ? അങ്ങനത്തെ കണ്ടീഷൻസ്. പിന്നെന്താ? മെച്യൂരിറ്റി ഓഫ് ദി ട്രീ. എന്താ മെച്യൂരിറ്റിയിൽ വരിക? മെച്യൂരിറ്റി എന്താ? അതതിൻ്റെ പ്രായം അല്ലേ? എത്ര കാലമായിരുന്നു അതിൻ്റെ ലൈഫ് പീരീഡ് അല്ലേ? എത്ര കാലം അത് നല്ല മരമായിട്ട് നല്ല തടിയായിട്ട് നിന്നു അല്ലേ? മെച്യൂരിറ്റി. അടുത്ത എന്താണ്? മെത്തേഡ് ഓഫ് സീസണിങ്. നമ്മൾ സീസണിങ് ചെയ്ത മെത്തേഡ് ഏതാണെന്നുള്ളതും കൂടി നോക്കും. അത് സീസണിങ്ങിൽ നമുക്കൊന്നുകൂടി പറയാം. അത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നേച്ചർ ഓഫ് ദി സോയിൽ. നേച്ചർ ഓഫ് ദി സോയിൽ. ഏറ്റവും കൂടുതൽ നല്ല മണ്ണ് എവിടെയാണ്? നല്ല മണ്ണ് ഏതാണ്? അറിയോ? ബ്ലാക്ക് കളർന്ന മണ്ണ്. അപ്പോൾ ഓരോ മരത്തിനും ഓരോ മണ്ണിൻ്റെ നേച്ചർ ആയിരിക്കും അല്ലേ?
ഓരോ മണ്ണിൻ്റെ നേച്ചർ ആയിരിക്കും. ഒരു മരത്തിന് ചിലപ്പോൾ ഒരു മണ്ണിൻ്റെ നേച്ചർ ചിലപ്പോൾ പറ്റില്ല അല്ലേ. അപ്പോൾ മരത്തിന് ഏറ്റവും കൂടുതൽ ഈ ചെമ്മണ്ണില്ലേ, ചെമ്മണ്ണൊക്കെ നല്ലതാ, മനസ്സിലായോ. അപ്പോൾ ആ മണ്ണിൻ്റെ പ്രത്യേകത ആ മരത്തിനുണ്ടായിരിക്കും. ഏത് മണ്ണിലാണ് ഉണ്ടായത് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ മനോജ് പറഞ്ഞ പോലെ നിലമ്പൂരത്തെ തേക്കിന് നിലമ്പൂർ ഏരിയയിലുള്ള ആ സോയിലും അതിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. മനസ്സിലായോ. അടുത്ത എന്താണ് പ്രോസസ് ഓഫ് പ്രിസർവേഷൻ. എന്താ പ്രിസർവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിസർവേഷന് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് സീസണിങ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഒരു മരത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അതിൻ്റെ ക്വാളിറ്റിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അല്ലേ. അതാണ് എന്ത് പ്രോസസ് ഓഫ് പ്രിസർവേഷനിൽ വരുന്നത്. പിന്നെന്താണ് ടൈം ഓഫ് ഫെല്ലിങ്. എന്താ അത് ഏത് കാലഘട്ടത്തിലാണ്, അതിന് എത്ര പ്രായമുള്ളപ്പോഴാണ് അത് വീണതെന്ന്, മറഞ്ഞു വീഴുക അല്ലെങ്കിൽ കട്ട് ചെയ്തെന്നൊക്കെ പറയാം. ടൈം ഓഫ് ഫെല്ലിങ്. ഓക്കെ, ക്ലിയർ ആണോ. ഈ 6 ഫാക്ടേഴ്സ് ആണ് ഒരു ടിമ്പറിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലേ. അതിൻ്റെ ക്വാളിറ്റി ഈ 6 പോയിന്റ്സിനെ ആശ്രയിച്ചിരിക്കും. ക്ലിയർ ആണോ. നല്ലൊരു എൻവയോൺമെൻറ്റിൽ നല്ലൊരു മനുഷ്യനുണ്ടാവാൻ പറ്റുള്ളൂ അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സ്റ്റോൺ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ബ്രിക്കിൻ്റെ ക്വാളിറ്റീസ് അതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എല്ലാത്തിൻ്റെയും ക്വാളിറ്റീസ് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ക്വാളിറ്റീസ്, യൂസസ്, അതുപോലുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ. ഫാക്ടേഴ്സ് ഓഫ് ക്വാളിറ്റി ഓഫ് ടിമ്പർ. ടിമ്പറിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 6 എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഓഫ് ദി ലൊക്കാലിറ്റി, മെച്യൂരിറ്റി ഓഫ് ദി ട്രീ, മെത്തേഡ് ഓഫ് സീസണിങ്, nature of the soil, process of preservation, time of filling. Okay. Clear അല്ലേ 6 പോയിന്റ്സും. അടുത്തത് നോക്കാം. നമ്മൾ നേരത്തെ കോമൺ വെറൈറ്റീസ് കുറച്ച് പഠിച്ചു. വിനീർ പഠിച്ചു അല്ലേ. വിനീർ, അതുപോലെ ഇത് പഠിച്ച പ്ലൈവുഡ്, ഫൈബർ ബോർഡ് അല്ലേ. അതിൻ്റെ ഒപ്പം വരുന്നത് തന്നെയാണ് എന്ത് ഇംപ്രഗ് ടിമ്പർ. ഇംപ്രഗ് IMPREG ഇംപ്രഗ് ടിമ്പർ. ഓക്കെ, എന്താന്ന് നോക്കിയാലോ. ദിസ് ടിമ്പർ വിച്ച് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി കവേർഡ് വിത്ത് റെസിൻ ഈസ് നോൺ ആസ് ദി ഇംപ്രഗ് ടിമ്പേഴ്സ്. എന്താ ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി കവേർഡ് വിത്ത് റെസിൻ. റെസിൻ എന്താ, റെസിൻ എന്ത് മെറ്റീരിയലാ. ഇപ്പൊ റെസിൻ വർക്കൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്. റെസിൻ വർക്ക്, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കണ്ടോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഗ്ലിസറിനൊക്കെ പോലത്തെ മെറ്റീരിയൽ. ആ മൈക്ക ഇംപ്രഗ് ആണ്. അതിൽ തന്നെ വരുന്നതാണ് ലാമിനേറ്റഡ് ബോർഡ്സ്. ലാമിനേറ്റഡ് കുറച്ചൊരു മാറ്റമുണ്ട് കണ്ടോ. ഇതാണ് ലാമിനേറ്റഡ് കണ്ടോ. അതുപോലെ തന്നെ ഒരെണ്ണം തന്നെയാണ് ഇതും ഇംപ്രഗ് ടിമ്പേഴ്സും. ലാമിനേറ്റഡ് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ. ആ കണ്ടോ ഇതിന് തിക്നെസ് നോക്കിയേ. അതായത് വിനീർസ് തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം റെസിൻ ഫിൽ ചെയ്തിരിക്കുക കണ്ടോ. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ. വിനീറുകളാണ് ഒന്ന് കണ്ടോ. വിനീറുകൾ തമ്മിൽ വെച്ചതിന് ശേഷം ഇതെന്താണ് റെസിൻ ഫിൽ ചെയ്തിരിക്കുക. ഓക്കെ, ആ തിക്നെസ് കൂടുതലായിരിക്കും. അതായത് ലാമിനേറ്റഡ് ബോർഡ്സ് ഭയങ്കര കനം കുറവായിരിക്കും കണ്ടോ. ലാമിനേറ്റഡ് ബോർഡ്സ് ആർ ലൈറ്റ് പക്ഷെ സ്ട്രോങ് ആണ് ആൻഡ് ടു നോട്ട് സ്പ്ലിറ്റ് ഓർ ക്രാക്ക് ഈസിലി കണ്ടോ. ഇതാണ് ലാമിനേറ്റഡ് ബോർഡ്സ് വരുന്നത്.
നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാണിച്ചതാ കേട്ടോ. നോക്കിയാ, ഇതാണ് ലാമിനേറ്റഡ് ബോർഡ്സ്. കനം കൂടുതലായിരിക്കുമല്ലോ. ആ, ഇതിന് കനം കുറവായിരിക്കും ലാമിനേറ്റഡിന്. ഇപ്പൊ കനം കൂട്ടി വരുന്നുണ്ട്. ആ, നോക്കാം. വരുന്നുണ്ട്. ഓക്കെ. ദി യൂഷ്വൽ റെസിൻ ഏതാ യൂസ് ചെയ്യുന്ന ഇവിടെ? റെസിൻ ഏതാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഇതേ ഫ്രണ്ടിൽ ഇത് കണ്ടില്ലേ? ഇതാണ് റെസിൻ. മുകളിൽ കാണുന്നത് നമുക്ക് കളർ ഏഡ് ചെയ്യാം കേട്ടോ. വൈറ്റ് ആണെന്ന് ആ, അതേ നോക്കിയിൽ പറയുന്നുണ്ട്. ദി യൂഷ്വൽ റെസിൻ ഫീനോൾ ഫോർമാൽഡിഹൈഡ്. എന്താ റെസിൻ്റെ പേര്? ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ഇതെന്താ പറയണത്? വിച്ച് ഈസ് സോളിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോളിബിൾ ആണ്. എന്താ സോളിബിൾ എന്ന് വെച്ചാൽ ലയിക്കുക. സോളിബിൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലയിക്കുന്നതാണ്. ക്ലിയർ ആയോ? റെസിൻ്റെ പേരെന്താ പറഞ്ഞേ? ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ഫീനോൾ ഫോർമാൽഡിഹൈഡ് വിച്ച് ഈസ് സോളിബിൾ ഇൻ വാട്ടർ. അത് വെള്ളത്തിൽ എന്ത് പറ്റും? ലയിക്കുന്നതാണ്. The veneer of thin strips of woods are taken and they are immersed in a resin. കണ്ടോ? വിനീർസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് റെസിനിൽ ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മുക്കിയെടുക്കുക. ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിയെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ വിനീറുകളാണ് ഇതിന് യൂസ് ചെയ്യുക. കണ്ടോ? ഇതിൽ ഫിഗറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ? കളർ ചേഞ്ച് കണ്ടോ? അതായത് ഇപ്പുറത്ത് കാണിച്ചത് വിനീറാണ്. വിനീറുകൾ ജോയിൻ ചെയ്തിട്ട് റെസിനിൽ ഇമ്മേഴ്സ് ചെയ്യാണ് ചെയ്യുക. ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കുക. ആ, ക്ലിയർ ആണോ? അവിടം വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ദ റെസിൻ ഫിൽസ് സ്പേസ് ബിറ്റ്വീൻ വുഡ് സെൽ ആൻഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ എ കൺസോളിഡേറ്റഡ് മാസ് ഡെവലപ്ഡ്. എന്താ ചെയ്യുന്നത്? റെസിൻ ഫില്ല് ചെയ്യുക. എങ്ങനെയാ? സ്പേസ് ബിറ്റ്വീൻ വുഡ് സെൽസ്. അതായത് വുഡിൻ്റെ സെല്ലുകളിൽ എന്ത്? റെസിൻ ഫില്ല് ചെയ്യുക. അതാണ് പറഞ്ഞത്. എന്താ? വുഡിനെ റെസിനിൽ ഇമ്മേഴ്സ് ചെയ്തെടുക്കുന്നു. ക്ലിയർ? ഇറ്റ് ഈസ് ദെൻ ക്യൂർഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 150 ഡിഗ്രി സെൽഷ്യസ് ടു 160 ഡിഗ്രി സെൽഷ്യസ്. ക്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്യൂറിങ്. നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്തതിന് ശേഷം ക്യൂറിങ് ചെയ്യില്ലേ? എന്താ ക്യൂറിങ് എന്ന് വെച്ചപ്പോ? ക്യൂറിങ് എന്താ ചെയ്യാ? ക്യൂറിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ അപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുക. അതായത് തണുപ്പിക്കുക അല്ലേ? വെള്ളം വാട്ടർ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുക. അതല്ലേ ക്യൂറിങ്ങിൽ ചെയ്യുന്ന? ബ്രിക്ക് വർക്ക് ചെയ്തതിന് ശേഷം, അതുപോലെ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം, കോൺക്രീറ്റിങ് ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്ത് ക്യൂറിങ് ചെയ്യും. ഇപ്പോൾ റൂഫ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം ക്യൂറിങ് ചെയ്യാം നമ്മൾ? 28 28 അല്ലേ കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? ആ, 28 ചെയ്താൽ തന്നെ 90% ആവുള്ളൂ. ആ, അതായത് 28 ഡേയ്സിനാണ് നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്തതിന് ശേഷം ക്യൂറിങ് ചെയ്യാനായിട്ട്. നമ്മളപ്പോൾ അതിന് ഒന്ന് മ്യൂട്ടാക്കൂ. ആ, അപ്പോൾ കോൺക്രീറ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പോണ്ടിങ് ചെയ്യും അല്ലേ? അതായത് തിണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിർത്തും. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആരാത്? ഹലോ മാഡം, അത് 28 ദിവസം വേണോ? 28 ദിവസം. ആ, ശരിക്കും ക്യൂറിങ് 28 ദിവസമാണ് ചെയ്യുക. 28 ഡേയ്സ് ചെയ്താലാണ്. ഞങ്ങൾ 50 ഡേയ്സ് ചെയ്യത്തുള്ളൂ. 15 2 ദിവസം കഴിഞ്ഞാൽ അതായത് ടൈം കൂടുതലാവണൂന്ന് പറഞ്ഞിട്ട് 15 മുതൽ 20 ദിവസം വരെ അത് സ്ലാബിന്റെ ഈ റൂമിന്റെ സ്പേസും ഇതൊക്കെ വെച്ചിട്ടാണ് നിർത്താം. വലിയ റൂമൊക്കെ ഇടിഞ്ഞാൽ കൂടുതൽ ദിവസം നിർത്തേണ്ടി വരും. അതായത് കൂടുതൽ സ്ട്രെങ്ത്
ശരിക്കും ഞങ്ങൾ ഒരേ ലെവലില് 50 ഡേയ്സ് നിർത്തത്തില്ല. 80 ഡേയ്സ് നിർത്തിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത വെള്ളം നിറക്കും. അതായത് ശരിക്കും പറയാ 28 ഡേയ്സ്, 25 തൊട്ട് 28 ഡേയ്സ് എന്നാണ് പറയാ. ഇപ്പോൾ കുറച്ച് സമയമില്ലാത്തതിൻ്റെ പേരിലും ഇതൊക്കെ അത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന സിമെൻ്റ് അനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. സിമെൻറ്റ് ചിലപ്പോൾ ചില സിമെൻറ്റ് നോർമൽ സിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് അതുപോലത്തെ സിമെൻറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതാവുമ്പോൾ പെട്ടെന്ന് സ്ട്രെങ്തനിങ് ചെയ്യുന്ന സിമെൻറ്റുകളുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. മനസ്സിലായോ? അല്ല മേഡം, സിമെന്റിന്റെ എന്താ ഈ സിമെന്റ് ഇല്ലേ, ഇതിപ്പോ അൾട്രാടെക് ആണെങ്കിലും ചെട്ടിനാട് ആണെങ്കിലും JSW ആണെങ്കിലും സോ ഓരോന്നിനും ഓരോ ഗ്രേഡ് ആണ്. സോ ഇതിന് ക്യൂറിങ്, അതായത് ഈ സിമെന്റിലെ വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കാപ്പാസിറ്റി അത് എത്ര വരെ സമയം വേണം? അല്ലെങ്കിൽ അപ്പൊ മേഡം പറഞ്ഞപ്പോ ഒരു 28 ദിവസം എന്തായാലും വേണമെന്ന് പറഞ്ഞു. അതായത് ആ സിമെന്റിന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ട് 25 തൊട്ട് 28 ഡേയ്സ് വരെയാണ് പറയുക. അതായത് ഒരു 90% എബോ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ട് അത്രയും സമയം വേണമെന്നാണ് പറയുക നോർമൽ സിമെന്റിന്. നോർമൽ അല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ സിമെന്റിന്റെ കാര്യം വിടാം, നമുക്ക് ഇത് സംസാരിക്കാം, അല്ലെ നമ്മളിങ്ങനെ നീണ്ടുപോകും. എന്താ സിമെന്റ് നമുക്ക് വരുന്നുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ എത്രയാ പറഞ്ഞേ? 150 ഡിഗ്രി സെൽഷ്യസ് ടു 160 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഇറ്റ് ഈസ് അവൈലബിൾ അണ്ടർ ട്രേഡ് നെയിംസ് ഫോർ എന്താ നിങ്ങൾ പറഞ്ഞത്? മൈക്ക കണ്ടോ? ഫോർ മൈക്ക, സൺഗ്ലാസ്, സൺ മൈക്ക കണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ മൈക്ക എന്ന് പറഞ്ഞില്ലേ? അത് ഇതിന്റെ പേര് പറയുന്നതാണ്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, റെസിൻ അനുസരിച്ച് ഇതിൽ മാറ്റം വരും, അതിൽ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച്. ഓക്കെ. ഫോർമൈക്ക ഒരൊറ്റ വേർഡാണ്. അതുപോലെ സൺഗ്ലാസ്, അതുപോലെ സൺമൈക്ക ഒരൊറ്റ വേർഡാണ് കേട്ടോ, സ്പേസ് ഇല്ല. സൺഗ്ലാസ്, സൺമൈക്ക. ഓക്കെ. ഇതിനനുസരിച്ച് പേരുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ റെസിനിൽ അപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച്. ഓക്കെ, അതാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് കംപ്രഗ് ടിമ്പറും, ഇംപർക്കും കംപ്രഗും. ഓക്കെ, അത് സെയിം തന്നെയായിട്ട് വരുന്നത്. ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് കംപ്രഗ് ടിമ്പർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇംപ്രഗ് ടിമ്പേഴ്സ് എക്സെപ്റ്റ് ദാറ്റ് ക്യൂറിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ പ്രഷർ. എന്താണ് പ്രത്യേകത വരുന്നത്? ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ല, ക്യൂറിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെയും നമ്മൾ ടെമ്പറേച്ചർ ഫില്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അണ്ടർ പ്രഷർ. ഒരു പ്രഷറും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല, ഒരു ചെറിയൊരു പ്രഷറിലായിരിക്കും ഈ ക്യൂറിങ് നടക്കുക. അത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇംപ്രഗും കംപ്രഗും തമ്മിലുള്ള പ്രത്യേകത ഇത് മാത്രമാണ്. ക്യൂറിങ്ങിൻ്റെ സമയത്ത് ഇവിടെ എന്താണ് ടെമ്പറേച്ചർ മാത്രമായിരിക്കും, ഇവിടെ എന്താ ടെമ്പറേച്ചർ പ്ലസ് ഒരു പ്രഷറും കൂടി ഉണ്ടായിരിക്കും. ക്ലിയർ? ആ, ഒരു ചെറിയൊരു പ്രഷർ ആ ക്യൂറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതെന്തിനാ? അതാ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കംപ്രഗ് ടിമ്പർ ആർ മോർ ആസ് കമ്പയർഡ് ടു ദി ഇംപ്രഗ് ടിമ്പർ. ഏതിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? ആ, അതെന്താ? ഒരു പ്രഷറും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ആ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എന്താവും, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിൾ ആവുന്നു, അതിൻ്റെ ക്വാളിറ്റി കൂടുതലാവുന്നു. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് രണ്ടും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഉണ്ടാക്കുന്നതൊക്കെ ഒരുപോലെയാണ്, പക്ഷെ എന്തിൽ മാറ്റം വരുന്നുണ്ട്? ക്യൂറിങ്ങിൻ്റെ സമയത്ത് ടെമ്പറേച്ചർ മാത്രമല്ല പ്രഷറും കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഇംപ്രഗിനെക്കാട്ടും കൂടുതലായിരിക്കും. അതാണ്
Compressed timbers are more as compared to the impressed timber. Okay, clear? അടുത്ത് നോക്കിയാലോ, ഇതാണ് അതിൻ്റെ ഫിഗർ. കണ്ടതാണ് അല്ലേ? വിനീർസ് തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം റെസിൻ ഫില്ല് ചെയ്യാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, ലാമിനേറ്റഡ് ബോർഡ്സ്. ലാമിനേറ്റഡ് ബോർഡ്സ് ആണ് നിങ്ങൾ പറഞ്ഞത് ആദ്യം. The laminated boards are light, strong and do not split or crack easily. എന്താ പറഞ്ഞേ? ലൈറ്റ് ആണ്, അതായത് മറ്റേതിനെക്കാട്ടും ഇംപ്രഗ് ആയാലും കംപ്രഗ് ആയാലും എന്താണ്, അതിനെക്കാട്ടും ലൈറ്റ് വെയിറ്റ് ആണ് അല്ല, വെയിറ്റ് അത്ര അധികം വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, സ്ട്രോങ് ആണ്, ഡു നോട്ട് സ്പ്ലിറ്റ് ആവുന്നില്ല, അതായത് സ്പ്ലിറ്റ്നെസ് വരുന്നില്ല. അതുപോലെ തന്നെ ഓർ ക്രാക്ക് ഈസിലി, ക്രാക്കിങ്ങും വരുന്നില്ല. ഓർ ക്രാക്ക് ഈസിലി എന്ന് പറയുമ്പോൾ ഡു നോട്ട് സ്പ്ലിറ്റ് അത് വെച്ചിട്ട് വേണം കേട്ടോ മീൻ ചെയ്യാനായിട്ട്. നിങ്ങൾ ഈ ക്രാക്ക് ഈസിലി മാത്രം മീൻ ചെയ്യരുത്, അതിനർത്ഥം പെട്ടെന്ന് ക്രാക്ക് ആവണമെന്നുള്ളതാ. ഇതിൽ നോക്കിയേ, ആൻഡ് ഡു നോട്ട് സ്പ്ലിറ്റ് ഓർ ക്രാക്ക് ഈസിലി. ഡു നോട്ട് സ്പ്ലിറ്റ് അതായത് സ്പ്ലിറ്റ് ആവുന്നില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് ക്രാക്കും ആവുന്നില്ല, അത് വേണം മീൻ ചെയ്യാൻ. അതായത് നിങ്ങൾ ഈ ഒറ്റ വേർഡ് നോക്കുമ്പോൾ ക്രാക്ക് ഈസിലി വരിക, അതായത് ഈസിലി ക്രാക്ക് ആവും അല്ലേ വരിക. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. എന്താണ്, ഡു നോട്ട് സ്പ്ലിറ്റ് ഓർ ക്രാക്ക് ഈസിലി, സ്പ്ലിറ്റ് ആവുന്നില്ല, അതുപോലെ തന്നെ പെട്ടെന്ന് ക്രാക്കും ആവുന്നില്ല. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇത് അയക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ട് അയക്കാം, അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. അടുത്തത് അതിൻ്റെ യൂസസാണ് പറയുന്നത്. എന്താ യൂസസ്? ദേ ആർ യൂസ്ഡ് ഫോർ വാൾസ്. വാൾസിൽ യൂസ് ചെയ്യും. വാൾസ് അല്ലേ, വോളുകൾ എവിടെയാ? നമ്മൾ ഈ പാർട്ടീഷൻ വോൾസിലൊക്കെ യൂസ് ചെയ്യും. പാർട്ടീഷൻ ചെയ്യാനായിട്ടാണ്. മെയിൻ വാളുകളല്ല, പാർട്ടീഷൻസ്, സീലിങ്സ്, അതുപോലെ അതെ പാർട്ടീഷൻസ് ആൻഡ് പാക്കിംഗ് കേസസ്. ഓക്കെ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീനറി ഒക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ലാമിനേറ്റഡ് ബോർഡ്സ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ അതിൻ്റെ യൂസസ്? നിങ്ങൾക്ക് കണ്ടറിയുന്ന കാരണം കുഴപ്പമുണ്ടാവില്ല അല്ലേ. അടുത്താണ് എന്ത്? ബ്ലോക്ക് ബോർഡ്സ്. നോക്കിയേ, ഇൻ ദിസ് കേസ് സ്ക്രീൻ പോയോ? In this case, core consists of smaller timber block up to 25 mm in width. എന്താ 25 mm width ഉള്ള ടിമ്പർ ബ്ലോക്കുകളാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? These blocks are cemented edge to edge and on each face please up to 3 mm thick are glued. എന്താ പറഞ്ഞേക്കണേ? ഇത് എത്രയാ? ഇതാണ് എന്ത്? 25 mm വരുന്ന ബോർഡ്സുകൾ കണ്ടോ? അതിൻ്റെ ഇടയിലുള്ള സ്പേസ് കണ്ടോ? ക്ലിയർ ആയോ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 3 mm ഏതാ വരുന്നത്? ഇത് താഴെയും 3 mm വെച്ച് നമ്മൾ ഗ്ലൂ ചെയ്യും. അതായത് 25 mm ഉള്ള വുഡിൻ്റെ ബ്ലോക്കുകളുടെ ഒപ്പം എന്തും കൂടി ആഡ് ചെയ്യും? 3 mm ഉള്ള തിക്നെസ് ഉള്ള അതന്നെ സാൻഡ്വിച്ച് മോഡൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അങ്ങനെയാണ് എന്ത് ബ്ലോക്ക് ബോർഡ്സ് ഉണ്ടാക്കുന്നത്. ബ്ലോക്ക് ബോർഡ്സിൽ നമ്മൾ ഈ റൂമുകളുടെ ഡോറുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. അല്ല, മെയിൻ ഡോറുകളല്ല, റൂംസിൻ്റെ ഒക്കെ ഡോറുകൾ ചെയ്യാനായിട്ടേ ഇതിലാണ് കൂടുതൽ ചെയ്യുക ബ്ലോക്ക് ബോർഡ്സിൽ. നോക്കുക, യൂസസ് നോക്കുക. ബ്ലോക്ക് ബോർഡ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ഗാരേജസ്, ബസ് ബോഡീസ്, മറൈൻ, റിവർ ക്രാഫ്റ്റ് ആൻഡ് ഫോർ ഫർണിച്ചർ മേക്കിംഗ്,
പാർട്ടീഷൻസ്, പാനലിങ്, പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ്. കണ്ടോ? നമ്മൾ ഔട്ട് ഹൗസൊക്കെ കണ്ടിട്ടില്ല, ചെറിയ ചെറിയ വീട് പോലെ നമ്മൾ പുറത്ത് ചെയ്യുന്ന ഔട്ട് ഹൗസിലൊക്കെ. ഇതാണ് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഹൗസസ്. അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബ്ലോക്ക് ബോർഡ്സ്. ഓക്കെ. അടുത്തെന്താണ്? ഹാർഡ് ബോർഡ്. കാർഡ് അല്ല കേട്ടോ, ഹാർഡ്. കണ്ടോ? ഹാർഡ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പറഞ്ഞ പോലെ ഈ ഫ്രെയിംസിൻ്റെ ബാക്കിലൊക്കെ ഫില്ല് ചെയ്യാറുണ്ട് ഈ ടൈപ്പ് അല്ലേ? ഫോട്ടോ ഫ്രെയിംസിൻ്റെ ബാക്കിൽ. ചോദിച്ചോട്ടെ, ആ, ഹാർഡ് ബോർഡും കാർഡ് ബോർഡും വേറെ വേറെയാണോ? കാർഡ് ബോർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടോ? കാർഡ്ബോർഡ് അതായത് വുഡ് ഇതിലില്ല. ഉണ്ടല്ലേ? അതായത് കാർഡ്ബോർഡ് വുഡ് ടിമ്പറിലില്ല. നമ്മൾ നോർമൽ കാർഡ്ബോർഡ് പറയില്ലേ, അതാണെന്ന് വിചാരിക്കരുത്. പറയുമ്പോൾ ഹാർഡാണ് കേട്ടോ, ഹാർഡ് ബോർഡ്. പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കുന്ന ബോർഡ് അല്ല അല്ലേ? ആ, അല്ല, ഇത് വുഡ് ഉണ്ട്. അല്ല, ഈ കാർഡ്ബോർഡ് തന്നെയാണോ HDM മറ്റേ MDF എന്ന് പറയുന്ന പ്രൊഡക്റ്റ്? എന്താ MDF എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അല്ല അല്ല അല്ല, അത് പ്ലൈവുഡിൽ വരുന്നതല്ലേ MDF? അല്ലല്ല, അല്ല, അത് ഹെവിയാണ്. MDF-ല് വരുന്നത് പേപ്പർ പൾപ്പാണ്. ആ, പേപ്പറാണല്ലോ. ഇതൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഔട്ടായ സാധനമാണ് ഇതൊക്കെ. ആ, ഇതൊക്കെ ഉപയോഗത്തിലൊന്നും ഇല്ലാത്തതാണ് അധികം. ഈ സിലബസ് കാലം മുന്നേ ഉണ്ടാക്കിയ ഷോപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇത്. അതായത് ഒരു വെറൈറ്റീസ്, അതായത് യൂസ് ചെയ്ത് വരുന്ന വുഡിൻ്റെ പ്രൊഡക്ട്സുകൾ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. UPVC എന്താണാവോ? UPVC ഇപ്പൊ ഈ കട്ട്ല ജനല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ, അതുകൊണ്ടല്ലല്ലോ UPVC. വുഡല്ല തോന്നുന്നു അതിന്റെ മെറ്റീരിയൽസ്. വുഡല്ല, അല്ല, അത് അലൂമിനിയന്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ മൾട്ടി വുഡ് എന്ന പോലെ PVC ആണ്. അല്ലല്ല, അത് അലൂമിനിയം ലാമിനേറ്റ് കോട്ടഡ് UPVC ആണ്. അത് മറ്റേ പോളിക്ലോറൈഡ്സ് ഒക്കെ വരുന്ന ടൈപ്പിൽ വരുന്നതാണ് മൾട്ടി വുഡ്. UPSC. പ്ലാസ്റ്റിക്കും വുഡും പാടില്ല. ഞാനിപ്പോ രണ്ട് UPVC WPVC ഒന്നെ അല്ലേ? അല്ലേ? അല്ലല്ല, വേറെ അല്ലല്ല, രണ്ട് പേപ്പർ ചെയ്യണം. WPC-ല് വുഡ് കണ്ടന്റ് ഉണ്ട്, UPVC-ല് വുഡ് കണ്ടന്റ് ഇല്ല. നോക്കാം, ഹാർഡ് ബോർഡ്സ് നോക്കാം. These boards are hard pressed and hence are more compact and strong durable. എന്താ ചെയ്യുന്നത്? കോമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നല്ല കംപ്രസ് ചെയ്തിട്ടുള്ളത്. ആ, പ്രസ് ചെയ്തിട്ടുള്ളത്, അതായത് ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്യുക. അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് വരുന്നത് എന്താണ്? ഭയങ്കര സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിരിക്കും. ഭയങ്കര സ്ട്രോങ് അല്ലേ? ഇത് കണ്ടിട്ടുള്ളവരല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അത് ശരിയാണ്. ദേ ഇമ്പാർട്ട് ഇന്റേണൽ അപ്പിയറൻസ് ആൻഡ് ഫിനിഷ് ടു എ സ്ട്രക്ചർ. നമ്മുടെ സ്ട്രക്ചറുകളുടെ ഫിനിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. നല്ല ഒരു ഇന്റേണൽ അപ്പിയറൻസ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ്. ദേ ആർ ലീസ്റ്റ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ഹ്യൂമിഡിറ്റി ഓഫ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഓഫ് ദി സറൗണ്ടിങ്സ്. ഇതാണ് നേരത്തെ പറഞ്ഞത്, നനഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞില്ലേ? എന്താണ് ചേഞ്ച് ഇൻ ഹ്യൂമിഡിറ്റി എന്താണ്? ടെമ്പറേച്ചറിൽ വരുന്ന വ്യതിയാനം, അതാണ് ഹ്യൂമിഡിറ്റി അല്ലേ? ഒരു ചേഞ്ച് വരുന്നത്, അതാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുക. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ അതിനെക്കാട്ടും മാറ്റം വരുന്ന അതിനാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുക. അതിൽ വരുന്ന മാറ്റം ഇതിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ വിനീർ പഠിച്ചു. പ്ലൈവുഡ്, ഫൈബർ ബോർഡ്സ്, ഹാർഡ് ബോർഡ്സ്, ബ്ലോക്ക് ബോർഡ്, ലാമിനേറ്റഡ് ബോർഡ്സ്, ഇംപ്രഗും കംപ്രഗും പഠിച്ചു അല്ലേ? ഇതാണ് വെറൈറ്റീസ് വരുന്നത്, അതായത് വുഡിൻ്റെ പ്രൊഡക്ട്സ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ.
അടുത്താണ് എന്ത്? സീസണിങ്. സീസണിങ് ഓഫ് ടിമ്പർ. എന്താ സീസണിങ് എന്ന് പറഞ്ഞാൽ? കാലാവസ്ഥക്ക് അനുയോജ്യമാക്കി മാറ്റുക. അതെ, നോക്കാം എന്താ സീസണിങ് നോക്കാം. സീസണിങ് ഓഫ് ടിമ്പർ. When a tree is newly felled, it contains about 50% or more of its own dry weights as water. എന്താണ്? പുതിയതായിട്ട് നമ്മൾ വെട്ടിയ അല്ലെങ്കിൽ പുതിയതായിട്ട് വീണ ഒരു മരത്തിന് എത്രത്തോളം വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും അതിൽ? 50%ഓളം എന്തുണ്ടായിരിക്കും? അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 50%ഓളം എന്തായിരിക്കും? 50%ഓളം വെള്ളമായിരിക്കും. നമുക്കറിയാം ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ മുറിക്കുമ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ? നമ്മളൊരു ഇല തന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെന്തോരം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അറിയാവുന്ന കാര്യമല്ല എല്ലാവർക്കും. 50%നും കൂടുതലുണ്ടായിരിക്കും. അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള വെയ്റ്റിൻ്റെ 50%ഓളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും പുതിയതായിട്ട് നമ്മൾ കട്ട് ചെയ്ത അല്ലെങ്കിൽ വീണ മരത്തിന്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ദ വാട്ടർ ഈസ് ഇൻ ദി ഫോം ഓഫ് സാപ്പ് ആൻഡ് മോയ്സ്ചർ. എന്താ സാപ്പ്? സാപ്പ് എന്താ? എന്താ സാപ്പ്? അതിൻ്റെ ഒരു പശ പോലത്തെ കണ്ടന്റ് കണ്ടിട്ടില്ലേ? ചില മരങ്ങൾ ഇതുപോലെ ഇതിൻ്റെ കറകൾ ഇങ്ങനെ പുറത്തേക്ക് കളയാൻ കണ്ടിട്ടുണ്ടോ? പുറത്തേക്ക് നിൽക്കുക അതിൻ്റെ കുറച്ച് അല്ലേ? ചില മരങ്ങളുടെ സാപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ 50% എന്ന് പറയുന്ന വാട്ടർ കണ്ടൻറ്റ് എന്തിൻ്റെ ഫോമിലായിരിക്കും? സാപ്പും അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റും ആയിട്ടാണ് ഉണ്ടാവുക. എന്താണ്? വാട്ടർ ഈസ് ഇൻ ദി ഫോം ഓഫ് സാപ്പ് ആൻഡ് മോയ്സ്ചർ. മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റിലും അതുപോലെ തന്നെ സാപ്പും ആയിട്ടാണ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ടിമ്പറിൽ കാണാനായിട്ട് സാധിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡ്രൈയിങ് ടിമ്പർ ഓർ റിമൂവിങ് മോയ്സ്ചർ ഓർ സാപ്പ് പ്രസൻറ്റ് ഇൻ എ ഫ്രഷ്ലി ഫെൽഡ് ടിമ്പർ അണ്ടർ മോർ ഓർ ലെസ് കൺട്രോൾഡ് കണ്ടീഷൻസ്. എന്താ സീസണിങ് എന്ന് വെച്ചാൽ? ഇതാണ് സീസണിങ്ങിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇതാണ് സീസണിങ്ങിൻ്റെ ശരിക്കും ഡെഫിനിഷൻ വരുന്നത്. എന്താണ്? പ്രോസസ് ഓഫ് ഡ്രൈയിങ് ടിമ്പർ, ഒന്നില്ലെങ്കിൽ ഡ്രൈയിങ് ടിമ്പർ ഓർ റിമൂവിങ് മോയ്സ്ചർ ഓർ സാപ്പ്. ഒന്നില്ലെങ്കിൽ എന്താണ്? ഒന്നില്ലെങ്കിൽ ടിമ്പറിനെ ഡ്രൈ ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുക. മോയ്സ്ചർ അല്ലെങ്കിൽ സാപ്പിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സീസണിങ് എന്ന് പറയുന്നത്. അതെന്താണ്? പ്രസൻറ്റ് ഇൻ എ ഫ്രഷ്ലി ഫെൽഡ് ടിമ്പർ. ഫ്രഷ്ലി ഫെൽഡ് ആയിട്ടുള്ള ടിമ്പറിൽ മോയ്സ്ചർ അല്ലെങ്കിൽ സാപ്പിനെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ടിമ്പറിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സീസണിങ് എന്ന് പറയുക. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, അണ്ടർ മോർ ഓർ ലെസ് കൺട്രോൾഡ് കണ്ടീഷൻസ്. ഇതെന്താണ്? കൂടുതൽ കണ്ടീഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വെച്ച് നമുക്ക് ഈ സീസണിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? സീസണിങ് എന്താണെന്നുള്ളത്? ടിമ്പറിനെ ഡ്രൈ ആക്കുക അല്ലെങ്കിൽ ടിമ്പറിലെ മോയ്സ്ചർ സാപ്പിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. എന്താ? സീസണിങ്ങിൻ്റെ ഡെഫിനേഷനാണ് ഇത്. നമ്മൾ സീസണിങ്ങിൻ്റെ ഓരോ ടൈപ്പുകളും പഠിക്കാൻ പോകുന്നുണ്ട്. സീസണിങ് ഡെഫിനേഷനാണ് പറഞ്ഞത്. ഇതാണ് സീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സീസണിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. സീസണിങ് ചെയ്യാനുള്ള കാരണമാണ് പറഞ്ഞത്. എന്ത്? 50%ഓളം അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 50%ഓളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അത് സാപ്പ് ആൻഡ് മോയ്സ്ചറിൻ്റെ ഫോമിലായിരിക്കും ടിമ്പറിൽ ഉണ്ടായിരിക്കുക. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീസണിങ് ചെയ്യുന്നത്.
ക്ലിയർ ആയോ? സീസൺ ചെയ്യുന്നത് അല്ലേ, നമ്മളിങ്ങനെ മരത്തിൽ വെള്ളം നിൽക്കുന്നത് നമുക്ക് പല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലേ? അല്ലേ, ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡെഫിനിഷനാണിത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡ്രൈയിങ് ടിമ്പർ ഓർ റിമൂവിങ് മോയ്സ്ചർ ഓർ സാപ്പ് പ്രസൻറ്റ് ഇൻ എ ഫ്രഷ്ലി ഫെൽഡ് ടിമ്പർ അണ്ടർ മോർ ഓർ ലെസ് കൺട്രോൾഡ് കണ്ടീഷൻസ്. അത് ഞാൻ മലയാളം നോട്ട്സിൽ അയച്ചു തരാം. നമ്മൾ ഇത് തർജ്ജമ ചെയ്താലും ഒരു കറക്റ്റായിട്ടുള്ള ഒരു മലയാളത്തിലേക്ക് ആവില്ല വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പോൾ? സീസണിങ് ക്ലിയർ ആണ്. അടുത്ത് നോക്കുക, ഒബ്ജക്റ്റ് ഓഫ് സീസണിങ് ഓഫ് ടിമ്പർ. എന്താ ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സീസണിങ് ചെയ്യണതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സീസണിങ് ചെയ്യാനുള്ള കാരണം 50% വെള്ളം ഉള്ളത് കൊണ്ടാണ് സീസണിങ് ചെയ്യുന്നത്. സീസണിങ് എന്താണ് സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. പക്ഷേ ഒബ്ജക്റ്റ് ഓഫ് സീസണിങ് ഓഫ് ടിമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകതയാണ്. സീസണിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. ഓക്കെ, സീസണിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. ഓക്കെ, ഒബ്ജക്റ്റ് ഓഫ് സീസണിങ് ഓഫ് ടിമ്പർ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് നോക്കാം. ടു അലൗ ടിമ്പർ ടു ബേൺ റീഡ്ലി എന്നാണല്ലോ എഴുതിയിരിക്കണേ. റീഡ്ലി ഇഫ് യൂസ്ഡ് ആസ് ഫ്യൂവൽ. എന്തിനു വേണ്ടിയിട്ടാ? ഫ്യൂവലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വീണ മരത്തിൽ നമ്മൾ പറഞ്ഞു 50% എന്തുണ്ട്? വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ട്. അത് നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്കത് എന്തിനു യൂസ് ചെയ്യാം? ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. അതായത് വിറക് കത്തിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ കത്തിക്കാൻ അല്ലേ. അതാണ് ഒന്നാമത്തെ കാരണം. അടുത്ത കാരണം നോക്കുക. ടു ഡിക്രീസ് ദി വെയ്റ്റ് ഓഫ് ടിമ്പർ ആൻഡ് ദെയർ ബൈ ടു ലോവർ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ്. എന്താണ് ഈ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഈ മോയ്സ്ചറിന് സാപ്പിന് കണ്ടൻറ്റ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്താണ് ഗുണം? വെയ്റ്റ് ഓഫ് ടിമ്പർ ഡിക്രീസ് ദി വെയ്റ്റ് ഓഫ് ടിമ്പർ. ടിമ്പറിൻ്റെ വെയ്റ്റ് കുറയും അല്ലേ. അതായത് ഡ്രൈ വെയ്റ്റിൻ്റെ 50% പറഞ്ഞത്. അപ്പോൾ അത്രയും വെയ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് കുറയ്ക്കുന്നതിനുള്ള ഗുണം എന്താ? ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും. എന്താ? അതായത് നമ്മളിപ്പോൾ വീണ മരമൊക്കെ ആണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. അതായത് ഈ വാട്ടറിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആയിരിക്കും. ആ വെയിറ്റ് നമുക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം ഉണ്ടാവില്ല. ആ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റും കുറയ്ക്കാം. അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ, വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. അടുത്ത പോയിന്റ് നോക്കുക. ടു ഇമ്പാർട്ട് ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത് ആൻഡ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടു ടിമ്പർ. എന്താണ് കിട്ടുന്നത്? ഹാർഡ്നെസ് ആവും, ഹാർഡായിരിക്കും. അതുപോലെ സ്റ്റിഫായിരിക്കും. സ്റ്റിഫ് മനസ്സിലായില്ലേ? സ്റ്റിഫായിട്ട് നിൽക്കുക. അടുത്തത് സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടു ടിമ്പർ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഇലക്ട്രിസിറ്റീനെ റെസിസ്റ്റ് ചെയ്യും ഉണങ്ങിയ മരങ്ങൾ അല്ലേ. മറ്റേ പച്ചമരങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ്? അതിൽ വാട്ടറിന് കണ്ടന്റ് ഉണ്ട്. വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി വാട്ടറിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റീനെ റെസിസ്റ്റ് ചെയ്യില്ല. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ടു മേക്ക് ടിമ്പർ ഫിറ്റ് ഫോർ റിസീവിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പെയിൻസ്, പ്രിസർവേറ്റീവ്സ്, വാർണിഷസ് എക്സെട്ര. ഈ ടിമ്പറിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കളഞ്ഞ് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? പെയിൻറ്റിങ്സ്, അതുപോലെ പ്രിസർവേഷൻ, എക്സാമ്പിൾ വാർണിഷൊക്കെ കൊടുക്കാം അല്ലേ. ഉണങ്ങിയ മരങ്ങളിൽ, നനഞ്ഞ മരങ്ങളിൽ കൊടുക്കാൻ പറ്റുമോ?
പറ്റില്ല. ആ അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രൈ ആക്കുന്നത്. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ടു മേക്ക് ടിമ്പർ സേഫ് ഫ്രം ദി അറ്റാക്ക് ഓഫ് ഫംഗൈ ആൻഡ് ഇൻസെക്ട്സ്. ഇതെന്താണ്, ഫംഗൽ അറ്റാക്കുകൾ കുറയും അല്ലേ ഡ്രൈ ആയി കഴിഞ്ഞാൽ. അതുപോലെ ഇൻസെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രാണികൾ. ഈ പ്രാണികൾ ഇങ്ങനെ ഓട്ട കുത്തുന്ന പരിപാടിയില്ലേ, അതുപോലെ കൂട് കൂട്ടുന്ന പരിപാടി, അതൊക്കെ എന്താണ്, ഡ്രൈ ആക്കി അതല്ലെങ്കിൽ സീസണിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്കൊക്കെ കുറയും, ബാക്ടീരിയകളൊക്കെ കുറയും, ബാക്ടീരിയ അറ്റാക്കുകളൊക്കെ കുറയും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഒബ്ജക്ട്സ് ഓഫ് സീസണിങ് ഓഫ് ടിമ്പറിൻ്റെ സീസണിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. നമുക്ക് മെയിൻലി ഈ റീസൺസ് കൊണ്ടാണ്, ഈ 5 റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിമ്പറിനെ എന്ത് ചെയ്യുന്നത്, സീസണിങ് ചെയ്യുന്നത്. അടുത്ത് നോക്കുക, സീസണിങ് 2 ടൈപ്സ് വരുന്നുണ്ട്. സീസണിങ് വീട് കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മേഡം ഇത് ചെയ്യുന്നത്, അല്ല അതൊന്നും ഇതിൽ പറഞ്ഞു കാണുന്നില്ല. അതായത് നമ്മുടെ സിവിലില് അതായിരിക്കാം, പക്ഷെ നോർമലി നമുക്ക് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നല്ലതാണ് അല്ലേ. ഇപ്പം സിവിലിനാണെങ്കിലും ഇപ്പോൾ ടിമ്പർ സീസണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ് അല്ലേ. പക്ഷെ നമ്മൾ സിവിലിൽ നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ഈട് നിൽക്കാനും ഡ്യൂറബിൾ ആവാനും സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീസണിങ് ചെയ്യുന്നത്. സീസൺ ചെയ്ത വുഡുകളാണ് കാലാവസ്ഥക്ക് അനുസരിച്ച് വ്യതിയാനം വരില്ല, അതാണ് അതുകൊണ്ടാണ് സീസൺ മാറ്റം വരില്ല. അതായത് നമ്മളിപ്പോൾ നോക്കിയാൽ മഴക്കാലത്ത് നമ്മുടെ മരത്തിൻ്റെ ഡോറൊക്കെ ആണെങ്കിൽ അത് എന്ത് പറ്റും, വീർക്കും. അതായത് ഈർപ്പം വലിച്ചെടുത്ത് അത് വീർക്കും. അപ്പോൾ ശരിക്കും അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതായത് മഴക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മോയ്സ്ചറിൻ്റെ പ്രസൻസ് വരുമ്പോൾ വുഡ് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് എന്ത് പറ്റും, വീർക്കും അല്ലേ. അതുപോലെ തന്നെ വേനൽക്കാലത്ത് എന്താ, ഈ പറഞ്ഞ സംഗതി സീസൺ ചെയ്താലും സംഭവിക്കും. സീസൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറവുണ്ടായിരിക്കും, ഇത്രത്തോളം വരില്ല. സീസൺ ചെയ്ത വുഡ് പെയിന്റ് അടിച്ചില്ലെങ്കിൽ ഈ വർഷക്കാലത്ത് ചീർക്കുന്ന സംഭവം നടക്കും. അത് ചെയ്യാത്തത് ഈർപ്പം എന്തായാലും തടി വലിച്ചെടുക്കും. അപ്പൊ അതുപോലെ തന്നെ വേനൽക്കാലം ആവുമ്പോ എന്ത് സംഭവിക്കും, ചുരുങ്ങും അല്ലേ. ചുരുങ്ങിയിട്ട് അതിന്റെ ഷേപ്പിൽ ചെറിയ മാറ്റം വന്നിട്ട് ചെറിയൊരു ഇത് വരും, മാറ്റം വരും, ഗ്യാപ്പുകൾ വരും. അപ്പൊ അതാണ് സീസണിങ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയും. പക്ഷെ കോമൺലി ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ സീസണിങ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. ഫംഗൽ അറ്റാക്ക് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഡ്യൂറബിൾ ആണ്, സ്ട്രെങ്ത് കിട്ടാനും നല്ല ഹാർഡ് ആവാനൊക്കെ. പോളിഷ് ചെയ്യണമെങ്കിലും സീസൺ ചെയ്ത വുഡ് കഴിക്കണം, അല്ലെങ്കിൽ പോളിഷ് വൃത്തിയാവില്ല. അതെ. അപ്പോൾ നമ്മുടെ സീസണിങ് 2 ടൈപ്സ് ആണ്. സീസണിങ് അപ്പോൾ നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ സീസണിങ് 2 ടൈപ്പാണ് വരുന്നത്, ഒന്ന് നാച്ചുറൽ സീസണിങ്ങും ഒന്ന് ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. സിമ്പിളാണ്, കൂടുതലധികം പഠിക്കാനില്ല. ഒരു നാച്ചുറൽ സീസണിങ് ഒരു ടൈപ്പേ ഉള്ളൂ, നാച്ചുറൽ നമ്മളെങ്ങനെ സീസൺ ചെയ്യുന്നു എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൽ ഒരു 4-5 ടൈപ്പ് വരുന്നുണ്ട്. നാളെ ഓഫ്ലൈൻ ക്ലാസ് ഡ്രോയിങ് തന്നെയാണ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. നിങ്ങൾക്ക് മിനി ഡ്രാഫ്റ്റർ നാളെ കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ദൂരെ നിന്ന് വരുന്നവർ നോട്ട് ബുക്കിൽ തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച പോലെ. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എത്ര 11 പേരോ അത്ര പേര് തന്നെയാണോ വരുന്നത്? ആ, അപ്പോൾ മാക്സിമം വരാൻ പറ്റുന്നവർ വരിക. പിന്നെ മിനി ഡ്രാഫ്റ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ല അത് കുഴപ്പമില്ല, നമ്മളൊരു ഏകദേശം ഐഡിയ കിട്ടാനാണ് എത്ര പേര് വരുന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറഞ്ഞു വന്നത്, ഞാൻ മറന്നുപോയി.
ഡേവിസ് സാറായിരിക്കും. ഡേവിസ് സാറ് നാളെ പരിചയപ്പെടാം. പിന്നെ നോട്ട് ബുക്ക് മതി, മിനി ഡ്രാഫ്റ്റർ വേണ്ട. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബുക്കിലാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് മിനി ഡ്രാഫ്റ്റർ വേണ്ട. നമ്മൾ ഷീറ്റിൽ വരച്ചു തുടങ്ങുമ്പോൾ മിനി ഡ്രാഫ്റ്റർ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവർ അതും പിടിച്ച് വരേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ 10 മണിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 3:30 വരെയാണ്. ഇപ്പോൾ ദൂരേക്കുള്ളവരുള്ളത് കൊണ്ട് 3:30 വരെയാണ് നമ്മൾ ക്ലാസ് വെക്കുന്നത്. 4 മണി വരെയും 4:30 വരെയും വേണമെങ്കിൽ ഇരിക്കണവർക്ക് ഇരിക്കാം. ഓക്കെ. അതായത് ലോങ്ങിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ടൈമിന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ടൈമിന് നിർത്തുന്നതാണ്. കൂടുതൽ നേരം ഇരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതെന്നോ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നോ ഉള്ളവർക്ക് അവിടെ ഇരിക്കാം. അല്ല, കറക്റ്റ് 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. 3:30 വരെ ക്ലാസ്. 3:30 വരെ ഒരുവിധം നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഡ്രോയിങ് ഷീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഡ്രോയിങ് ഷീറ്റ് ആകുമ്പോഴാണ് കുറച്ച് ലാഗ് ആവുന്നത്. അതായത് നിങ്ങൾ ഡ്രോയിങ് ഷീറ്റൊക്കെ മാനേജ് ചെയ്ത് വരച്ച് വരുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെ പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നാളെ മാക്സിമം പറ്റുന്ന എല്ലാവരും വരിക. ഓക്കെ. പിന്നെ നോട്ട്സ് ആകെ കുറച്ച് പേര് മാത്രമാണല്ലോ സബ്മിറ്റ് ചെയ്തത്. അതെന്ത് പറ്റി? കുറച്ച് പേരല്ല, 1-2 പേര്. ഓടിയെത്തണം. ഞാൻ 7:30 വീട്ടിലെത്തിയിരുന്നു. ഓക്കെ. അപ്പോൾ നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ആക്കുക. ഇപ്പൊ എനിക്ക് അയച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ കൂടി എക്സാം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നേരം വേണമെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കാം. ടൈം ആവട്ടെ. ഓക്കെ. അതൊക്കെ നമുക്ക് അപ്പൊ നോക്കാം. റിയാസ നാട്ടിലെത്തിയ പോയിട്ടില്ല.